ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു ലഞ്ച് ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായ കൊഞ്ച് വാങ്ങി. അതിന് മാങ്ങയിട്ട് ഒരു മാങ്ങയുണ്ട്, അതിട്ട് കറി വെക്കണം. മാങ്ങയുടെ ഒരു പീസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ഒരുപാട് മാങ്ങയൊന്നും എടുത്തില്ല. എന്നിട്ട് കുറച്ച് പുളിയും കൂടി ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് വറക്കണം. ഉച്ചക്കേക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ. രാത്രി വേറെ ചപ്പാത്തിയോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്കിത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ പരിപാടി നോക്കിയാലോ. മീൻ കുറച്ച് പീസ് ഞാൻ എടുത്തിട്ട് ഇനിയിപ്പം കുമ്പളങ്ങ ഓലം വെക്കണം, പിന്നെ മാങ്ങ കറി വെക്കണം. അങ്ങനെയൊക്കെയാണ്. മാങ്ങ ഇട്ടിട്ട് ഒരു കൊഞ്ച് കറിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ തക്കാളി മുറിച്ചിട്ടു, പച്ചമുളക് കുറച്ച് ഒരു പകുതിയോളം മാങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ട്, പകുതി പോലും ഇല്ല, ശരിക്ക് ഒരു കാൽഭാഗം മാത്രമേ ഉള്ളൂ. കുറച്ച് മാങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ വെക്കും കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് മുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ വാളംപുളിയില്ലേ, അതാണ് എടുക്കുക. വാളംപുളി എടുത്തിട്ട് അതും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്കൊന്ന് സിമ്മിലൊന്ന് കുറച്ച് നേരം 2 മിനിറ്റ് നേരം വേവിച്ചിട്ട് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ, പിന്നെ ഇഞ്ചി, കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, മുളക്, മഞ്ഞളും കൂടി നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് പിന്നെ നമ്മുടെ തേങ്ങ അരക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം കറി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. നല്ലോണം അരിയണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല അധികം മുഴുത്ത അല്ല, ഒരു നല്ല മീഡിയം ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ പണി. നല്ലോണം തിളക്കട്ടെ, ഒന്ന് ചുറ്റി കൊടുത്താൽ നല്ലതാട്ടോ. അതിൻ്റെ അടുത്ത് അരപ്പൊക്കെ ഉണ്ട് സൈഡിലൊക്കെ, അതൊക്കെ ഒന്ന് റെഡിയാവും. അപ്പം നമുക്കിനി കുമ്പളങ്ങ ഓലൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. കുമ്പളങ്ങ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിലെടുത്തിട്ട് അടിക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വറക്കാൻ കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉപ്പും മുളക് മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടി അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇടത്തില്ല. അതും കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതും കൂടി അത് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ചെയ്യണം ഇനി. അപ്പോൾ നമുക്ക് ചെമ്മീനെ നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടെ കടുക് പൊട്ടിക്കുക, ഉണക്കമുളക്, പിന്നെ അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.